ബയോകെമിസ്ട്രി ടോപ്പിക് നാം കണ്ടിന്യൂ ചെയ്യുന്നു. ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് അസ്സേസ്, സ്പെസിമെൻ, ക്ലീനിങ് ഓഫ് ഗ്ലാസ് വേസ് എന്നീ ടോപ്പിക്കുകളാണ്. ഇവ പ്രധാനമായിട്ടും പ്രാഥമികമായിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള ജനറൽ ടോപ്പിക്സിൽ വരുന്നവയാണ്. അസ്സേസ്, സ്പെസിമെൻ, ക്ലീനിങ് ഓഫ് ഗ്ലാസ് വേസ് എന്നിവ. എന്താണ് അസ്സേ എന്ന് നമുക്ക് നോക്കാം. അസ്സേ എന്നാൽ മലയാളത്തിൽ നിർണയം എന്ന് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ക്വാളിറ്റേറ്റീവ് ഡിറ്റക്ഷൻ ഓഫ് അനലൈറ്റ്സ്, ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് ഓഫ് അനലൈറ്റ്സ്, മെഷർമെന്റ് ഓഫ് ഫങ്ഷണൽ ആക്ടിവിറ്റി ഓഫ് അനലൈറ്റ്സ്. അസ്സേയിൽ ഉൾപ്പെടുന്ന അസ്സേയുടെ ലക്ഷ്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്വാളിറ്റേറ്റീവ് ഡിറ്റക്ഷൻ ഓഫ് അനലൈറ്റ്സ്. അനലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏത് വസ്തുവിനെയാണോ നമുക്ക് നിർണയിക്കാനുള്ളത് ആ വസ്തുവിനെയാണ് നാം അനലൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം, ബ്ലഡിലെ ഗ്ലൂക്കോസ് ഒരു അനലൈറ്റ് ആണ്. ബ്ലഡിലെ കൊളസ്ട്രോൾ മറ്റൊരു അനലൈറ്റ് ആണ്. യൂറിനെ സംബന്ധിച്ചാണെങ്കിൽ ബൈൽ പിഗ്മെന്റ്, ബൈൽ സോൾട്ട്, യൂറോബിലിനോജൻ, ഗ്ലൂക്കോസ്, ആൽബുമിൻ അതെല്ലാം അനലൈറ്റുകളാണ്. അപ്പൊ അസ്സേ അഥവാ നിർണയത്തില് അതിന്റെ ഒരു എയിം എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ഡിറ്റക്ഷൻ ഓഫ് അനലൈറ്റ്. ഒരു അനലൈറ്റിന്റെ സാന്നിധ്യം അത് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയുക. അപ്പൊ അതിൽ ക്വാളിറ്റി, അതിന്റെ പ്രസൻസ് ആണ് പ്രധാനമായിട്ടും നാം കണ്ടെത്തുക. ഉദാഹരണത്തിന് ബൈൽ സോൾട്ട്. ആ ബൈൽ സോൾട്ടിന്റെ സാന്നിധ്യം നാം മനസ്സിലാക്കുന്നു. അത് എത്ര അളവ് ഉണ്ട് എന്നതിനേക്കാൾ അതുണ്ടോ ഇല്ലയോ, യെസ് ഓർ നോ, പ്രസന്റ് ഓർ ആബ്സെന്റ്, ആ രീതിയിലുള്ള അസ്സേക്ക് ക്വാളിറ്റേറ്റീവ് ഡിറ്റക്ഷൻ ഓഫ് അനലൈറ്റ് എന്നാണ് നാം പറയുക. രണ്ടാമത്തത് ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് ഓഫ് അനലൈറ്റ്. ആ അനലൈറ്റിന്റെ ക്വാണ്ടിറ്റി, അത് എത്രമാത്രം അളവ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷനിൽ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ്, ഒരു യൂണിറ്റ് വോളിയം ഓഫ് ബ്ലഡ് അല്ലെങ്കിൽ പ്ലാസ്മയിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് നാം കണ്ടെത്തുന്നു. അത് കൊളസ്ട്രോള്, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ അങ്ങനെ പല വസ്തുക്കളുടെയും ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള അളവ് എത്രമാത്രം എന്ന് കൃത്യമായിട്ട് മെഷർ ചെയ്യുന്നു. അതിനാണ് നാം ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് ഓഫ് അനലൈറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് മെഷർമെന്റ് ഓഫ് ഫങ്ഷണൽ ആക്ടിവിറ്റി ഓഫ് അനലൈറ്റ്. ഈ എല്ലാ വസ്തുക്കളെയും കൃത്യമായിട്ട് നമുക്ക് നേരിട്ട് മെഷർ ചെയ്യാനാവില്ല. പ്രധാനമായിട്ട് എൻസൈമുകളാണ്. ഈ എൻസൈമുകൾ അത് ഫങ്ഷണൽ ആക്ടിവിറ്റിയാണ്. അതൊരു പ്രത്യേക ഫങ്ഷൻ. എൻസൈമുകളുടെ ലക്ഷ്യം നമുക്കറിയാം, കെമിക്കൽ റിയാക്ഷൻസിന്റെ, ബോഡിയിൽ നടക്കുന്ന ബയോകെമിക്കൽ റിയാക്ഷൻസിന്റെ വേഗത വർദ്ധിപ്പിക്കുകയാണ് എൻസൈമുകളുടെ ആക്ടിവിറ്റി. അപ്പൊ അങ്ങനെയുള്ള എൻസൈമുകളെ അബ്സല്യൂട്ട് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാനാവില്ല. അപ്പോൾ അതിന്റെ പ്രവർത്തനം, അതിന്റെ ഫങ്ഷണൽ ആക്ടിവിറ്റി, അത് എങ്ങനെ പ്രവർത്തിക്കുന്നു, എത്രമാത്രം പ്രവർത്തിക്കുന്നു, ഒരു നിശ്ചിത സമയത്തിൽ എത്ര അധികമായിട്ട് പ്രവർത്തിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ അസസ് ചെയ്തുകൊണ്ടാണ് ആ എൻസൈമിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ എൻസൈമിന്റെ അളവ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുക. അപ്രകാരം ആ ഫങ്ഷണൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നതും അസ്സേയുടെ ഭാഗമാണ്. അപ്പൊ മൂന്ന് രീതിയിൽ 3 ലക്ഷ്യങ്ങളാണുള്ളത്. ക്വാളിറ്റേറ്റീവ് ഡിറ്റക്ഷൻ ഓഫ് അനലൈറ്റ്, അനലൈറ്റിന്റെ സാന്നിധ്യം, അതിന്റെ പ്രസൻസ് അല്ലെങ്കിൽ ആബ്സെൻസ് കണ്ടുപിടിക്കുന്നു. ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് ഓഫ് അനലൈറ്റ്, അനലൈറ്റ് എത്രമാത്രം അതിന്റെ ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മൂന്നാമത് ഫങ്ഷണൽ ആക്ടിവിറ്റി ഓഫ് അനലൈറ്റ്, ആ അനലൈറ്റിന്റെ ധർമ്മം, അതിന്റെ ഫങ്ഷൻ നിർവഹിക്കുമ്പോൾ അതുപയോഗിച്ച് അതിന്റെ അളവിനെ കുറിച്ച് നാം ഒരു അസസ്മെന്റിലേക്ക് എത്തുന്നു. ഇത് മൂന്നുമാണ് അസ്സേയുടെ ലക്ഷ്യങ്ങൾ. ടൈപ്സ് ഓഫ് അസ്സേ. അസ്സേയെ പ്രധാനമായിട്ടും നമ്മൾ രണ്ടായിട്ട് വേർതിരിക്കുന്നുണ്ട്. എൻഡ് പോയിന്റ് അസ്സേ, കൈനറ്റിക് അസ്സേ. ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് കണ്ണുകൊണ്ട് കണ്ട് എണ്ണാനോ അളക്കാനോ ഒക്കെ പറ്റിയ ഒബ്ജക്റ്റുകളാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അസ്സേ നമുക്ക് നിർവഹിക്കാൻ പറ്റും. പക്ഷെ ബ്ലഡിലെയോ യൂറിനിലെയോ അതുപോലെ മറ്റു ബോഡി ഫ്ലൂയിഡിലെയോ കണ്ടന്റ്സിനെ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധ്യമല്ല, കണ്ട് എണ്ണാനോ അളക്കാനോ സാധ്യമല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നാം ചെയ്യുന്നത് ആ വസ്തുക്കളെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ കാണാൻ പറ്റുന്ന, അളക്കാൻ പറ്റുന്ന, മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാക്കി
മാറ്റുക എന്നുള്ളതാണ് സാധാരണ ചെയ്യുന്ന ഒരു രീതി. ഉദാഹരണം പറഞ്ഞാൽ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് നമുക്ക് കണ്ണുകൊണ്ട് നേരിട്ട് കാണാനോ അല്ലെങ്കിൽ അതിനെ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാനോ സാധ്യമല്ല. അപ്പോൾ നാം ചെയ്യുന്നത് ചില കെമിക്കൽ റിയാക്ഷൻസ് നടത്തി ഗ്ലൂക്കോസിനെ ഒരു കളേർഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റും. സാധാരണ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു കളേർഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റും. എന്നതിന് ശേഷം നാം ഫസ്റ്റ് ഇയറിൽ പഠിച്ച കളറിമീറ്റർ എന്ന് പറയുന്ന ആ ഉപകരണം ഉപയോഗിച്ച്, ഫോട്ടോമെട്രിക് ടെക്നിക്സ് ഉപയോഗിച്ച് നാം ആ പ്രോഡക്റ്റിന്റെ കളർ മെഷർ ചെയ്യുന്നു. ഇപ്പൊ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയാൽ നമുക്കറിയാം കൂടുതൽ കളർ ഫോം ചെയ്യും. കൂടുതൽ കളർ ഫോം ചെയ്യുമ്പോൾ കൂടുതൽ റീഡിംഗ് കിട്ടും. അപ്പോൾ ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ വർദ്ധിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ കളറിനെ കമ്പയർ ചെയ്യുന്നു. ഇപ്പൊ എൻ പോയിന്റ് അസ്സേകളിൽ നാം നടത്തുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട അനലൈറ്റിനെ നാം ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റും. ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റും. ആ അനലൈറ്റിനെ പൂർണ്ണമായിട്ടും പ്രോഡക്റ്റ് ആക്കി മാറ്റും. അപ്പോൾ നിശ്ചിത സമയത്തിനുള്ളിൽ ആ റിയാക്ഷൻ അവസാനിക്കുന്നു. അതായത് റിയാക്ഷൻ അവസാനിക്കുന്നതിനെ നമ്മൾ ആ പോയിന്റ് നമ്മൾ എൻ പോയിന്റ് എന്നാണ് പറയുക. ആ റിയാക്ഷൻ അവസാനിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം പ്രോഡക്റ്റ് ഫോം ചെയ്തു എന്നുള്ളത് കളറിമീറ്റർ ഉൾപ്പെടുന്ന ഫോട്ടോമെട്രിക് മെഷർമെന്റ് ഉപയോഗിച്ച് നാം കണ്ടെത്തുന്നു. അങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് എൻ പോയിന്റ് അസ്സേ എന്ന് നാം പറയുന്നത്. ഇത് കൂടുതൽ സാധ്യമായിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാകുന്ന റിയാക്ഷൻസ് ആണെങ്കിൽ മാത്രമാണ് ഇത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുക. ഇപ്പൊ ഗ്ലൂക്കോസിന്റെ കേസിലാണെങ്കിൽ ഏകദേശം 10-15 മിനിറ്റിനുള്ളിൽ ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആകുന്നു. അപ്പൊ 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ചില കേസിൽ ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ലിവറിൽ കാണുന്ന എൻസൈമായ AST, അസ്പാർട്ടേറ്റ് ട്രാൻസമിനേസ് അഥവാ SGOT എന്ന് പറയുന്ന എൻസൈം, അതിന്റെ ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഏകദേശം 1 മണിക്കൂറിലധികം സമയം എടുക്കാറുണ്ട്. അപ്പൊ ആ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ കളർ ഫോർമേഷൻ ഒക്കെ ആവുമ്പോഴേക്കും 2 മണിക്കൂറോളം സമയമെടുക്കും. മുൻ കാലഘട്ടങ്ങളിൽ അപ്രകാരം 2 മണിക്കൂർ എടുത്ത് മാത്രമാണ് ആ ടെസ്റ്റ് നമ്മൾ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ മറ്റു ചില രീതിയിലുള്ള മെത്തേഡുകൾ അവൈലബിൾ ആണ്. യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ 1950കളിൽ ഡെവലപ്പ് ചെയ്ത മെത്തേഡാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അത് വളരെ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നു. അത്തരം മെഷർമെന്റ്സ്, അതായത് വളരെ സ്ലോയിൽ നടക്കുന്ന റിയാക്ഷൻസ്, അതല്ലെങ്കിൽ എൻസൈമുകളുടെ റിയാക്ഷൻ എൻസൈമുകളുടെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അവ രാസപ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കെടുക്കാതെ രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ നാം അവിടെ അസസ് ചെയ്യുന്നത് ഫങ്ഷണൽ ആക്ടിവിറ്റിയാണ്. എൻസൈം അതിന്റെ ഫങ്ഷണൽ ആക്ടിവിറ്റിയാണ്, അല്ലാതെ എൻസൈം ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നില്ല. പക്ഷെ എൻസൈമിന്റെ ആക്ഷൻ കൊണ്ട് മറ്റു ചില പ്രോഡക്റ്റുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഫങ്ഷണൽ ആക്ടിവിറ്റിയാണ് നാം മെഷർ ചെയ്യുന്നത്. അപ്രകാരം വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന റിയാക്ഷൻസും അതുപോലെ ഫങ്ഷണൽ ആക്ടിവിറ്റിയും മെഷർ ചെയ്യാൻ വേണ്ടി നാം കൈനറ്റിക് അസ്സേ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ഉപയോഗിക്കുക. ഇപ്പൊ എൻ പോയിന്റ് അസ്സേയിൽ ഒരു റിയാക്ഷൻ പൂർത്തിയായതിനു ശേഷം അതിന്റെ പ്രോഡക്റ്റിനെ നാം മെഷർ ചെയ്യുന്നു. കൈനറ്റിക് അസ്സേയിൽ നാം ചെയ്യുന്നത് the rate of formation of product in the reaction is measured. റേറ്റ് ഓഫ് ഫോർമേഷൻ, റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു നിശ്ചിത സമയത്തിൽ നടക്കുന്ന മാറ്റത്തിനെയാണ് റേറ്റ് അഥവാ നിരക്ക് എന്ന് നാം പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു നിശ്ചിത സമയത്തിൽ, അത് 30 സെക്കൻഡ് ആകാം, 60 സെക്കൻഡ് ആകാം, 1 മിനിറ്റ് ആകാം, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് അത് എത്രമാത്രം വേഗത്തിൽ ഫോം ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അനലൈറ്റിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അനലൈറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ ഒരു നിശ്ചിത സമയത്തിൽ കൂടുതൽ പ്രോഡക്റ്റ് ഫോം ചെയ്യും. അനലൈറ്റിന്റെ കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ ഒരു നിശ്ചിത സമയത്തിൽ കുറഞ്ഞ പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്യുക. അപ്പോൾ ആ റിയാക്ഷന്റെ വേഗത അളന്നുകൊണ്ട്, അതായത് അതിന്റെ നിരക്ക് അളന്നുകൊണ്ട് അനലൈറ്റിനെ കണ്ടുപിടിക്കുന്ന അസ്സേക്കാണ്, ആ നിർണയ രീതിക്കാണ് കൈനറ്റിക് അസ്സേ എന്ന് നാം പറയുന്നത്. It is usually used for
എസ്റ്റിമേഷൻ ഓഫ് എൻസൈംസ്, എൻസൈമുകളുടെ കണ്ടുപിടുത്തത്തിന്, അതിന്റെ നിർണയത്തിന്, മെഷർമെന്റിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും കൈനറ്റിക് അസ്സേ നാം ഉപയോഗിക്കാറുള്ളത്. എൻസൈമുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ആ എൻസൈമുകളുടെ ഫങ്ഷണൽ ആക്ടിവിറ്റി ആണ് നാം മനസ്സിലാക്കുക. ഇപ്പൊ AST, മുമ്പ് AST എൻസൈമിനെ കുറിച്ച് പറഞ്ഞു, അസ്പാർട്ടേറ്റ് ട്രാൻസമിനേസ് എൻസൈം. ആ എൻസൈമിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ് അമിനേഷൻ ആണ്. അമിനോ ഗ്രൂപ്പിനെ ഒരു അമിനോ ആസിഡിൽ നിന്നും ഒരു കീറ്റോ ആസിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് സഹായിക്കുകയാണ് ആ എൻസൈം ചെയ്യുന്നത്. അതല്ലാതെ എൻസൈമിന് അതിനാൽ തന്നെ പ്രത്യേകിച്ച് രാസമാറ്റമോ അതൊരു പ്രോഡക്റ്റ് ആയിട്ടോ ഒന്നും മാറുന്നില്ല. അപ്പോൾ നാം കൈനറ്റിക് അസ്സേ ചെയ്യുമ്പോൾ ഒരു നിശ്ചിത സമയത്തിൽ എത്രമാത്രം, എത്ര വേഗതയിൽ, എത്ര നിരക്കിൽ ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്തു എന്നുള്ളത് നാം മെഷർ ചെയ്യുന്നു. ആ മെഷർമെന്റിന്റെ അടിസ്ഥാനത്തിൽ, അങ്ങനെ ഉണ്ടായ പ്രോഡക്റ്റിന്റെ അളവിന്റെ അടിസ്ഥാനത്തിൽ ആ എൻസൈമിന്റെ കോൺസെൻട്രേഷനെ കുറിച്ച് ഒരു അസസ്മെന്റിലേക്കും ഒരു മെഷർമെന്റിലേക്കും നാം എത്തുന്നു. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് സ്ലോ റിയാക്ഷൻസ്. ഇപ്പൊ ഗ്ലൂക്കോസിന്റെ കേസിൽ ഞാൻ പറഞ്ഞു 10-15 മിനിറ്റുള്ള റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ ചില കേസിൽ, ഈ എൻസൈമുകളുടെ ഒക്കെ കേസിലും റിയാക്ഷന്റെ വേഗത വളരെ കുറവായിരിക്കും. റിയാക്ഷൻ കംപ്ലീറ്റ് എൻഡ് പോയിന്റ് അറ്റൈൻ ചെയ്യാനുള്ള സമയം വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കേസിലും കൈനറ്റിക് അസ്സേ ആണ് നാം ഉപയോഗിക്കുക. ഇനി കൈനറ്റിക് അസ്സേയുടെ മറ്റൊരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത്, ഇപ്പൊ ഒരുവിധം ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന റിയാക്ഷൻ ആണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യാൻ 10-15 മിനിറ്റ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് കൈനറ്റിക് രീതിയിൽ നാം മെഷർ ചെയ്ത് കഴിഞ്ഞാൽ 1 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റിനോ ഉള്ളിൽ ആ റിയാക്ഷന്റെ വേഗത അളന്നുകൊണ്ട് നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. ഇപ്പൊ മോഡേൺ ആയിട്ടുള്ള പല അനാലിറ്റിക്കൽ മെത്തേഡുകളിലും കൈനറ്റിക് അസ്സേ ആണ് നാം ഉപയോഗിക്കുക. ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, സാധാരണ കളറിമീറ്ററിൽ എൻഡ് പോയിന്റ് അസ്സേ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ സാധാരണ കളറിമീറ്ററിൽ പലപ്പോഴും എല്ലാ രീതിയിലുള്ള കൈനറ്റിക് അസ്സേ നമുക്ക് ചെയ്യാൻ സാധിക്കാറില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം, കൈനറ്റിക് അസ്സേ നടക്കുമ്പോൾ പല റിയാക്ഷൻസും നമ്മളുടെ ആ കളർ റേഞ്ചിന് താഴെയുള്ള നാനോമീറ്ററിലാണ് നടക്കുക. അതായത് അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റുകൾ പലതും 400 നാനോമീറ്ററിൽ കുറവുള്ള ആ വേവ് ലെങ്തിലുള്ള പ്രോഡക്റ്റുകളായിരിക്കും. 400 നാനോമീറ്റർ എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അതിന് കളർ ഉണ്ടാവൂ. 400-ൽ കൂടുതൽ നാനോമീറ്റർ ഉള്ള കളേർഡ് സബ്സ്റ്റൻസിനെ മാത്രമേ കളറിമീറ്ററിൽ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ കൈനറ്റിക് അസ്സേയിൽ പല റിയാക്ഷൻസും UV റീജിയനിൽ, അൾട്രാ വയലറ്റ് റീജിയനിലാണ് നടക്കുന്നത്. അതുകൊണ്ട് അതിന് കളറിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാനാവില്ല. സ്പെക്ട്രോഫോട്ടോമീറ്റർ ഉപയോഗിച്ചാൽ മാത്രമേ ആ UV റേഞ്ചിലുള്ള റീഡിങ്ങുകൾ നമുക്ക് എടുക്കാൻ സാധിക്കുന്നുള്ളൂ. ചുരുക്കത്തിൽ എൻഡ് പോയിന്റ് അസ്സേ എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ പൂർത്തിയായതിനു ശേഷം അതിന്റെ പ്രോഡക്റ്റിനെ നാം മെഷർ ചെയ്യുന്നു. അതനുസരിച്ച് അനലൈറ്റിന്റെ ക്വാണ്ടിറ്റി നാം എസ്റ്റിമേറ്റ് ചെയ്യുന്നു. കൈനറ്റിക് അസ്സേയിൽ ഒരു റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ റിയാക്ഷന്റെ നിരക്ക് അഥവാ ഒരു നിശ്ചിത സമയത്തിലുള്ള അതിന്റെ വേഗത മനസ്സിലാക്കി അതിൽ നിന്നും അനലൈറ്റിന്റെ കോൺസെൻട്രേഷനെ കണ്ടുപിടിക്കുന്നു. ഇത് പ്രധാനമായിട്ടും എൻസൈമുകളുടെ എസ്റ്റിമേഷനും സ്ലോ റിയാക്ഷൻ വഴി നടക്കുന്ന പ്രോഡക്റ്റുകളുടെ എസ്റ്റിമേഷനുമാണ് കൈനറ്റിക് അസ്സേ നാം ഉപയോഗപ്പെടുത്തുക. ഈ ബയോകെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന സ്പെസിമെനുകളെ കുറിച്ചാണ്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സ്പെസിമെൻ ബ്ലഡ്, യൂറിൻ, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ആ സ്പെസിമെൻസ് നാം കൃത്യമായി മുമ്പ് മനസ്സിലാക്കിയതാണ്. ഇനി റയർ ആയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയാൻ കാരണം, ഒരു 100% നമ്മൾ കണക്കാക്കുമ്പോൾ ഒരു 10% താഴെ മാത്രമാണ് ഇത്തരത്തിലുള്ള സ്പെസിമെൻസ് ലാബുകളിൽ എത്തുക. ആ റയർ സ്പെസിമെൻസ് ഒന്ന് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ജോയിന്റിൽ കാണുന്ന, ജോയിന്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. സൈനോവിയൽ മെംബ്രെയിനും അതുപോലെ ജോയിന്റിലുള്ള ക്യാവിറ്റിയെ കുറിച്ചൊക്കെ നമുക്കറിയാം. ആ ജോയിന്റിൽ കാണുന്ന, സൈനോവിയൽ മെംബ്രെയിൻ ഉള്ളിൽ കാണുന്ന, ആ ഡബിൾ ലെയർ മെംബ്രെയിൻ ഉള്ളിൽ കാണുന്ന ആ ഫ്ലൂയിഡിനാണ് നാം സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുക. നമ്മുടെ ബോഡിയിലുള്ള ജോയിന്റുകൾക്ക് ഉള്ളിലാണ് സൈനോവിയൽ ഫ്ലൂയിഡ് കാണുക. പെരിറ്റോണിയൽ ഫ്ലൂയിഡ്, പെരിറ്റോണിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ അബ്ഡോമിനിൽ കാണുന്ന അവയവങ്ങളെ, അബ്ഡോമിനിലുള്ള അവയവങ്ങൾ നമുക്കറിയാം. ഇൻറ്റസ്റ്റൈന്, സ്റ്റൊമക്ക്, ലിവർ, സ്പ്ലീന്, അങ്ങനെയുള്ള ആ
അബ്ഡോമനിലുള്ള അവയവങ്ങളെ പൊതിയുന്ന ഒരു ഡബിൾ ലെയർ മെംബ്രെയിൻ, ഒരു ആവരണം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ് നമ്മുടെ അബ്ഡോമനിലുള്ള എല്ലാ അവയവങ്ങളും. ആ ആവരണത്തിനാണ് നമ്മൾ പെരിറ്റോണിയം എന്ന് പറയുന്നത്. ആ പെരിറ്റോണിയത്തിന് 2 നിരകളുണ്ട്. അതിന് 2 നിരകൾക്കും ഇടയിലുള്ള പെരിറ്റോണിയൽ ക്യാവിറ്റിയിൽ കാണുന്ന ഫ്ലൂയിഡ് ആണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. ആംനിയോട്ടിക് ഫ്ലൂയിഡ് നമുക്കറിയാവുന്ന പോലെ എംബ്രിയോ, ഭ്രൂണത്തിന്റെ ആംനിയോട്ടിക് സാക്കിൽ കാണുന്ന ആ ഫ്ലൂയിഡ് ആണ് ആംനിയോട്ടിക് ഫ്ലൂയിഡ്. സലൈവ, ഉമിനീര് സലൈവറി ഗ്ലാൻഡുകൾ സെക്രീറ്റ് ചെയ്യുന്നു. പെരികാർഡിയൽ ഫ്ലൂയിഡ് ഹാർട്ടിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പെരികാർഡിയം എന്ന് പറയുന്ന ഒരു ലൈനിങ്, ഒരു കവറിംഗ് കൊണ്ട് ആ പെരികാർഡിയത്തിന് 2 ലെയേഴ്സ് ഉള്ളതുകൊണ്ട് അതിനിടയിൽ പെരികാർഡിയൽ ക്യാവിറ്റി എന്ന് പറയുന്ന ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിയിൽ കാണുന്ന ആ ഫ്ലൂയിഡ് ആണ് പെരികാർഡിയൽ ഫ്ലൂയിഡ്. ഇത്രയുമാണ് ബയോകെമിസ്ട്രി ലാബിൽ ഉപയോഗിക്കുന്ന സ്പെസിമെൻസ്. ഇനി ക്ലീനിങ് ഓഫ് ഗ്ലാസ് വേസ്. ക്ലീനിങ് ഓഫ് ഗ്ലാസ് വേസ് മുമ്പ് നാം പഠിച്ചിട്ടുണ്ട്. ബയോകെമിസ്ട്രിയിൽ ആകുമ്പോൾ ഗ്ലാസ് വെയർ ക്ലീനിങ്ങിന് വർദ്ധിച്ച പ്രാധാന്യമുണ്ട്. കാരണം നാം ഡിറ്റക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അനലൈറ്റുകളുടെ പലതിന്റെയും കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കും. മില്ലിഗ്രാം അല്ലെങ്കിൽ നാനോഗ്രാം അളവിലൊക്കെ ഉള്ളതായിരിക്കും ആ അനലൈറ്റുകൾ. ഇപ്പോൾ ഗ്ലാസ് വെയർസിൽ ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ അളവിലുള്ള ഇമ്പ്യൂരിറ്റികൾ പോലും നമ്മളുടെ റിസൾട്ടിനെ വഴിതെറ്റിക്കും. പിന്നീട് ഉപയോഗിക്കുന്ന ബയോകെമിസ്ട്രി റിയാക്ഷൻസ് പലതും ഹൈലി സെൻസിറ്റീവ് ആണ്. അപ്പൊ അങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻസിൽ ഇമ്പ്യൂരിറ്റീസ് ആ റിയാക്ഷനെ ഇന്റർഫെയർ ചെയ്യാൻ, തടസ്സപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ കാരണങ്ങൾ കൊണ്ട് ഗ്ലാസ് വെയർ ക്ലീനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ യൂസ് ചെയ്ത ഗ്ലാസ് വെയറുകൾ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഫോർ അക്യുറേറ്റ് ആൻഡ് റിലയബിൾ റിസൾട്ട്സ് ക്ലീൻ ഗ്ലാസ് വെയർസ് ആർ നെസസറി. ക്ലീൻ ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ: റിൻസ് ഇമ്മീഡിയറ്റ്ലി ഇൻ വാട്ടർ. വെള്ളം ഉപയോഗിച്ച്, വെള്ളം നമുക്കറിയാം വളരെ നല്ലൊരു സോൾവെന്റ് ആണ്. ഒരു വിധമുള്ള എല്ലാ വസ്തുക്കളെയും ഡിസോൾവ് ചെയ്ത് കഴുകിക്കളയാൻ പറ്റിയ വളരെ നല്ലൊരു സോൾവെന്റ് ആണ് വാട്ടർ, വെള്ളം. അപ്പൊ അതുകൊണ്ട് ഒരു ഗ്ലാസ് വെയർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉപയോഗശേഷം റിൻസ് ചെയ്യുക. വെള്ളത്തിൽ നാം കഴുകുക, റിൻസ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ്, സോക്ക് ഇൻ മൈൽഡ് ഡിറ്റർജന്റ് സൊല്യൂഷൻ. അത്ര സ്ട്രോങ് അല്ലാത്ത കുറച്ച് ഡൈലൂട്ട് ആയിട്ടുള്ള ഡിറ്റർജന്റ് സൊല്യൂഷനിൽ നമ്മൾ ഗ്ലാസ് വെയറിനെ സോക്ക് ചെയ്യുക. അതിനുള്ളില് ആ ഡിറ്റർജന്റ് സൊല്യൂഷൻ, കലക്കിയ ഡിറ്റർജന്റ് സൊല്യൂഷനുള്ളിൽ ഇതിനെ പൂഴ്ത്തി വെക്കുക. അടുത്ത സ്റ്റെപ്പ്, വാഷിംഗ് റണ്ണിങ് ടാപ്പ് വാട്ടർ. അതിനുശേഷം ഈ ഡിറ്റർജന്റ് സൊല്യൂഷനിൽ നമ്മൾ കീപ്പ് ചെയ്തതിനു ശേഷം റണ്ണിങ് ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്യുക. റിൻസ് ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ ആൻഡ് ഡ്രൈ ബിഫോർ യൂസ്. റണ്ണിങ് ടാപ്പ് വാട്ടറിൽ മെഷർ ചെയ്തതിനു ശേഷം ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ചിട്ട് റിൻസ് ചെയ്യുക. പിന്നെ അതിനെ ഡ്രൈ ആക്കുക. ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡ്രൈ ആയിരിക്കണം. വെറ്റ് ആയിരുന്നാൽ നാം എടുക്കുന്ന മെഷർമെന്റ്സിൽ മാറ്റമുണ്ടാകാം, സൊല്യൂഷൻസിന്റെ ഒക്കെ കോൺസെൻട്രേഷനിൽ മാറ്റമുണ്ടാകാം. അപ്പോൾ അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടിന് വേണ്ടി എപ്പോഴും ഡ്രൈ ആക്കിയ ഗ്ലാസ് വെയർസ് ഉപയോഗിക്കുക. ക്രോമിക് ആസിഡ് ഈസ് യൂസ്ഡ് ടു ക്ലീൻ ഗ്രോസ്ലി അൺക്ലീൻ ഗ്ലാസ് വെയർസ്. ഈ ഗ്രോസ്ലി അൺക്ലീൻ ഗ്ലാസ് വെയർസ് പ്രധാനമായിട്ടും ബ്ലഡ് അല്ലെങ്കിൽ സിറം അതുപോലുള്ള സ്പെസിമെൻസ് എടുക്കാൻ ഉപയോഗിക്കുന്ന പിപ്പറ്റുകളും ട്യൂബുകളും മറ്റു ഗ്ലാസ് വെയർസും ഈ സ്പെസിമെൻസ് അഡ്ഹർ ചെയ്തിട്ട് ഓർഗാനിക് ഇംപ്യൂരിറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സാധാരണ നമ്മുടെ വാഷിംഗ് കൊണ്ടോ അതല്ലെങ്കിൽ മൈൽഡ് ഡിറ്റർജന്റിലുള്ള വാഷിംഗ് കൊണ്ടോ അത് ക്ലീൻ ആകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ക്രോമിക് ആസിഡ് ഉപയോഗിച്ച് നാം അതിനെ ക്ലീൻ ചെയ്യുന്നു. ക്രോമിക് ആസിഡിന്റെ പ്രിപ്പറേഷനും അത് ഉപയോഗിച്ചിട്ടുള്ള വാഷിങ്ങും നാം മുമ്പ് മനസ്സിലാക്കിയതാണ്. ഇപ്പൊ ബയോകെമിസ്ട്രിയിലെ അഴുക്കായ, ഗ്രോസ് ആയിട്ട് ഡാമേജ് ആയിട്ടുള്ള ഓർഗാനിക് ഇംപ്യൂരിറ്റീസ് ധാരാളം പറ്റിപ്പിടിച്ചിട്ടുള്ള ഗ്ലാസ് വെയർസ് ക്രോമിക് ആസിഡ് ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നത് ഉചിതമായിരിക്കും. ക്ലീനിങ് ഓഫ് പിപ്പറ്റ്സ് കോമൺ ഗ്ലാസ് വെയർസിൽ ഉൾപ്പെടുന്നതാണ്. എങ്കിലും പിപ്പറ്റ് ക്ലീൻ ചെയ്യുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പിപ്പറ്റുകളെ കുറിച്ച് പറയുമ്പോൾ ഗ്ലാസ് പിപ്പറ്റുകൾ, മാനുവലി ഉപയോഗിക്കുന്ന ഗ്ലാസ് പിപ്പറ്റുകളെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴുള്ള ബയോകെമിസ്ട്രി ലാബുകളിൽ എല്ലാം തന്നെ നാം ഉപയോഗിക്കുന്നത് ഓട്ടോമാറ്റിക് പിപ്പറ്റുകളാണ്, ഓട്ടോമാറ്റിക് ഡിസ്പെൻസേഴ്സ് ആണ്. ഏത് വോളിയത്തിലുള്ള ഓട്ടോമാറ്റിക് ഡിസ്പെൻസേഴ്സും അവൈലബിൾ ആണ്. 1 മൈക്രോൺ മുതൽ 5 ml വരെ
വ്യത്യസ്ത അളവുള്ള സൊല്യൂഷൻസ് എടുക്കാനുള്ള ഓട്ടോമാറ്റിക് ഡിസ്പെൻസേഴ്സ് ഫസ്റ്റ് ഇയറിൽ വിശദമായിട്ട് നാം പഠിച്ചതാണ്, അങ്ങനെയുള്ള പിപ്പറ്റുകൾ. എന്നിരുന്നാലും ചില സാഹചര്യങ്ങളിലൊക്കെ നാം ഗ്ലാസ് പിപ്പറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ബയോകെമിസ്ട്രിയേക്കാൾ കൂടുതൽ മൈക്രോബയോളജി മേഖലയിലൊക്കെയാണ് ഗ്ലാസ് പിപ്പറ്റ്സിന് കൂടുതൽ ആപ്ലിക്കേഷൻ. പക്ഷേ എന്നിരുന്നാലും റൊട്ടീൻ ലാബുകളിലൊക്കെ ഇപ്പോഴും ഗ്ലാസ് പിപ്പറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഗ്ലാസ് പിപ്പറ്റുകൾ ക്ലീൻ ചെയ്യുന്ന വിധമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റിൻസ് ഇൻ വാട്ടർ, മുമ്പ് സൂചിപ്പിച്ചതുപോലെ വെള്ളത്തിൽ റിൻസ് ചെയ്യുക. കീപ് ഇൻ വെർട്ടിക്കൽ പൊസിഷൻ ഇൻ ക്ലീനിങ് സൊല്യൂഷൻ. ഇപ്പോൾ ക്ലീനിങ് സൊല്യൂഷൻ ആയിട്ട് നമ്മൾ മൈൽഡ് ഡിറ്റർജന്റ് ആണെങ്കിൽ ഈ പിപ്പറ്റുകൾ നീണ്ട ഗ്ലാസ് വെയർസ് ആണ്. അപ്പോ അങ്ങനെയുള്ള കണ്ടെയ്നറിൽ, അതായത് ഈ പിപ്പറ്റുകൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആ വെർട്ടിക്കൽ പൊസിഷനിലുള്ള കുത്തനെയുള്ള കണ്ടെയ്നറുകളിൽ നമ്മൾ സോപ്പ് വാട്ടറോ അല്ലെങ്കിൽ മൈൽഡ് ഡിറ്റർജന്റോ നിറച്ചു വെച്ചിട്ട് അങ്ങനെയുള്ള ആ കണ്ടെയ്നറുകളിൽ ഈ പിപ്പറ്റിനെ സൂക്ഷിക്കുക, കീപ്പ് ചെയ്യുക. ആ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം ഡ്രെയിൻ ഓഫ് ആൻഡ് വാഷ് ഇൻ റണ്ണിങ് ടാപ്പ് വാട്ടർ. അതിനുശേഷം ആ സോപ്പ് വാട്ടർ അല്ലെങ്കിൽ ഡിറ്റർജന്റ് നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളയുക, വീണ്ടും റണ്ണിങ് ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്യുക. റിൻസ് ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ, അതിനുശേഷം ഡിസ്റ്റിൽഡ് വാട്ടറിൽ റിൻസ് ചെയ്യുന്നു. ഡ്രൈ ഇൻ ഓവൻ അറ്റ് 110 ഡിഗ്രി സെന്റിഗ്രേഡ്. ഓവനിൽ ആണ് ഡ്രൈ ചെയ്യേണ്ടത്, 110 ഡിഗ്രി സെന്റിഗ്രേഡിൽ. പലപ്പോഴും മെഷർമെന്റിന് ഉപയോഗിക്കുന്ന ആ ഗ്ലാസ് വെയർസ് ഒന്നും നമ്മൾ 160 ഡിഗ്രി സെന്റിഗ്രേഡ്, ഹോട്ട് ഓവനിൽ 160 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. 160 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഡ്രൈ ആക്കാനോ സ്റ്റെറിലൈസ് ചെയ്യാനോ സാധാരണ നാം മുതിരാറില്ല. കാരണം അതിന്റെ കാലിബ്രേഷനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതുപോലെ അതിന്റെ ഗ്രാജുവേഷൻസ്, അതിന്റെ മാർക്കിങ്സ് ഒക്കെ മാഞ്ഞു പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഐഡിയലി ഡ്രൈ ഇൻ ഓവൻ അറ്റ് 110 ഡിഗ്രി സെന്റിഗ്രേഡ്. ഒരു ഓട്ടോമേറ്റഡ് പിപ്പറ്റ് വാഷർ ആണ്. ഈ പിപ്പറ്റുകൾ ഇങ്ങനെ കാണാം, ഈ കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്നു. ഇത് ഓട്ടോമേറ്റഡ് ഇൻസ്ട്രുമെന്റ് ആണ്. ജസ്റ്റ് നമ്മൾ അതിന്റെ സ്വിച്ച് ഓൺ ചെയ്യുക മാത്രമേ വേണ്ടൂ. ഈ ഡിഫറെന്റ് സൊല്യൂഷൻസ്, ആദ്യം അത് റിൻസിങ് അടക്കും, അതിനുശേഷം അതിന് ഡിറ്റർജന്റിൽ കീപ്പ് ചെയ്യും, അത് ഡ്രെയിൻ ഓഫ് ചെയ്തിട്ട് റണ്ണിങ് ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്യും, ഫോളോഡ് ബൈ ഡിസ്റ്റിൽഡ് വാട്ടർ. അതിനുശേഷം ഡ്രൈയിങ്ങും ഉൾപ്പെടെ നടത്താൻ പറ്റുന്ന ഒരു ഓട്ടോമേറ്റഡ് പിപ്പറ്റ് വാഷർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലബോറട്ടറികളിൽ ബയോകെമിസ്ട്രിയേക്കാൾ ഉപരി മറ്റ് കെമിക്കൽ ലാബുകളിലും റിസർച്ച് ലാബുകളിലൊക്കെയാണ് ഓട്ടോമേറ്റഡ് പിപ്പറ്റ് വാഷേഴ്സ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇനി അവസാനമായിട്ട് ക്ലീനിങ് ഓഫ് ന്യൂ ഗ്ലാസ് വെയർസ്. പുതിയ ഗ്ലാസ് വെയർ വാങ്ങിയാൽ അതിനെ ക്ലീൻ ചെയ്യേണ്ടതുണ്ടോ, ന്യായമായ ഒരു സംശയമാണ്. അത് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. കാരണം ഗ്ലാസ് വെയർ അത് വാങ്ങുമ്പോൾ തന്നെ അതിൽ ചില കെമിക്കൽസിന്റെ പ്രസൻസ് ഉണ്ടാവാറുണ്ട്. പ്രധാനമായിട്ടും ഗ്ലാസ് വെയർസ്, പുതിയ ഗ്ലാസ് വെയർസ്, അതിന്റെ റിയാക്ഷൻ ആൽക്കലൈൻ നേച്ചറാണ്. ആൽക്കലൈൻ ഗ്ലാസുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നേരിട്ട് വാഷ് ചെയ്യാതെ നമ്മൾ കെമിക്കൽ ടെസ്റ്റുകൾ, ബയോകെമിക്കൽ ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ടിൽ വേരിയേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്രകാരം വാങ്ങുന്ന ഗ്ലാസ് വെയർസ്, പുതിയ ഗ്ലാസ് വെയർസ് സോക്ക് ഇൻ ഡൈല്യൂട്ട് HCl, 1% HCl ആണ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുക. സോക്ക് ഇൻ ഡൈല്യൂട്ട് HCl ഓർ നൈട്രിക് ആസിഡ് ഫോർ സെവറൽ അവേഴ്സ് ഫോർ ആൽക്കലി ഗ്ലാസ്. മണിക്കൂറുകൾ, ഒരു 6 to 8, സംടൈംസ് അപ് ടു 12 hours, 12 മണിക്കൂർ വരെ 1% HCl അല്ലെങ്കിൽ നൈട്രിക് ആസിഡിൽ ഈ പുതിയ ഗ്ലാസ് വെയറുകൾ നാം മുക്കി വെക്കുന്നു. വാഷ് ഇൻ റണ്ണിങ് ടാപ്പ് വാട്ടർ, അതിനുശേഷം റണ്ണിങ് ടാപ്പ് വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നു. ദെൻ വാഷ് ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ, പിന്നെ ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്യുക. എയറിൽ ഡ്രൈ ചെയ്യുന്നു. ഇപ്രകാരം ചെയ്ത് കഴിയുമ്പോൾ ആ ഗ്ലാസ് വെയർ നമുക്ക് ലാബിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുന്നു. ഈ ഗ്ലാസ് വെയർ ക്ലീനിങ് ചെറിയ ടോപ്പിക് ആണ് എന്ന് തോന്നിയാലും അത് ലബോറട്ടറിയിലെ റിസൾട്ടുകളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ചെറിയ രീതിയിലുള്ള ഇംപ്യൂരിറ്റീസ് പോലും റിസൾട്ടിൽ വളരെ കൺസിഡറബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ക്ലീനിങ് പ്രോട്ടോകോൾ വളരെ കൃത്യമായ രീതിയിൽ നാം ഫോളോ ചെയ്യേണ്ടതാണ്. ഫർദർ ആയിട്ട് ഈ വിഷയത്തിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ യു വിൽ ഗെറ്റ് മോർ ഇൻഫർമേഷൻ. താങ്ക് യു.